ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലബാർ സ്പെഷ്യലായിട്ടുള്ള ചട്ടിപ്പത്തിരി റെസിപ്പി ആയിട്ടാണ്. ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് കുക്കറിലാണ് ഈ ഒരു ചട്ടിപ്പത്തിരി റെഡിയാക്കി എടുക്കുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 1.25 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ബാറ്ററിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കണം, ലൂസായി പോകാൻ പാടില്ല. ഇനി ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു ബൗളിൽ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1/2 ഗ്ലാസ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/4 മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇളക്കാം. ഇപ്പോഴത്തെ തേങ്ങയെല്ലാം നല്ല പെർഫെക്റ്റ് ആയി തന്നെ റോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് കൊണ്ട് നല്ല തിന്നായിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ദോശയുടെ കട്ടി കൂടി പോകരുത്. വളരെ തിന്നായിട്ട് വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഇതുപോലെ ഞാനിത് ഒരു 10 ദോശ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഇതിലോട്ട് ഒരു ദോശ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു തവി മുട്ട മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയെല്ലാം ഉണ്ടല്ലോ, അതൊരു ടേബിൾ സ്പൂൺ വിതറി കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ ഇതിൻ്റെ മേലേക്ക് ഒരു ദോശ വെച്ച് കൊടുക്കാം. ഒരു തവി മുട്ട മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയെല്ലാം ഉണ്ടല്ലോ, അത് വിതറി കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഒരു 10 ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള കുക്കറിലോട്ട് ഒരു തട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ബൗൾ ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് കുക്കർ അടയ്ക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 35 മിനിറ്റ്സ് ആണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ 35 മിനിറ്റ്സ് ആയിട്ടുണ്ട്. കുക്കർ തുറന്നു നോക്കുകയാണ്. കണ്ടോ, ചട്ടിപ്പത്തിരി നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയതിനു ശേഷം ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം. കണ്ടോ, നല്ല ലെയറോട് കൂടിയിട്ട് അടിപൊളിയായി തന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മലബാർ സ്പെഷ്യൽ ചട്ടിപ്പത്തിരി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.